ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. കബീർ കടന്നുപോയ ആചാര്യൻ്റെ സംസ്കാരം സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടാവുകയാണ്. രണ്ട് ആചാരങ്ങൾക്ക് പ്രിയപ്പെട്ട ആചാര്യനായിരുന്നു കബീർ. അത്രയും സ്നേഹമുള്ളതുകൊണ്ട് കബറടക്കണമെന്നും ചിതയിൽ വെക്കണമെന്നുള്ള തർക്കം. വിചിത്രമായൊരു പോംവഴിയാണ് നിർദ്ദേശിക്കപ്പെട്ടത്. ശരീരത്തെ പകുക്കുക, അങ്ങനെ ഇഷ്ടമുള്ള ആചാരങ്ങളിലേക്ക് അർപ്പിക്കുക. കബീറിന് മീതെയുള്ള ആ ഒരു പട്ട് മാറ്റുമ്പോൾ താഴെ കബീറില്ല, ഉള്ളത് കുറച്ച് പൂക്കൾ മാത്രം. ആ പൂക്കൾ ഇരുകൂട്ടരും പങ്കിട്ടെടുത്തു എന്നാണ് പറയുക. ഏതൊരു പുണ്യാത്മാവിനെക്കുറിച്ചും ഏതൊരു വിശുദ്ധാത്മാവിനെക്കുറിച്ചും ഓർമ്മിക്കുമ്പോൾ നിലവിലേക്ക് വരുന്ന കഥ ഇത് തന്നെയാണ്. ഇങ്ങനെ സുഗന്ധം അവശേഷിപ്പിച്ചിട്ട് പോകുന്ന മനുഷ്യർ, അത് ഏതൊരു സാധാരണ മനുഷ്യനും ബാധകമാണ്. നമ്മളിന്ന് കടന്നുപോയി വിറ്റവരെ ഓർമ്മിക്കുമ്പോഴും ഒന്ന് കണ്ണുപൂട്ടിയിരിക്കുമ്പോൾ ഒരു സുഗന്ധം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ലേ? ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഓർമ്മ തിരുനാളായിരുന്നു. മറ്റേതോ കാലത്തിൽ നിന്ന് ദേശത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വീണ്ടും നമ്മുടെ ഈ തീരത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് ഒന്ന് മനസ്സിൽ കണ്ടാൽ നല്ലതാണ്. അപരിചിതമായ ദേശത്തുനിന്ന് തനിക്ക് ഒരു തരത്തിലും പിടുത്തം കിട്ടാത്ത ഭാഷയിലേക്കും ആചാരങ്ങളിലേക്കും ഒക്കെ ഒരു മനുഷ്യൻ എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക? ഇന്ന് കുറച്ച് പൊളിറ്റിക്കലായിട്ടും കുറച്ച് കഴിഞ്ഞ കാലത്തെയൊക്കെ ഒന്ന് വ്യാഖ്യാനിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നോക്കുമ്പോൾ ചില അപാകതകളൊക്കെ ഉള്ള ജീവിതമായിരുന്നു ഈ മിഷണറിമാരെന്നൊക്കെ ഒരു സങ്കല്പമുണ്ട്. അവരുടെ കാലത്തിന് നിരക്കുന്ന ശരികൾക്ക് വേണ്ടി ജീവിച്ചു. നമ്മളെത്തിയിരിക്കുന്ന ഒരു കാലത്തിൻ്റെ പരിണാമത്തിൽ നിന്ന് അവയെ പിന്തിരിഞ്ഞ് നോക്കി വിധിക്കേണ്ട ബാധ്യതയില്ലെന്ന് തോന്നുന്നു. അത്തരം ഒരു വായന നടക്കുന്നുണ്ട് എല്ലായിടത്തുമുള്ള മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച്. തങ്ങളുടെ ശരികൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യർ, അതിനുവേണ്ടി അലഞ്ഞു നടന്ന മനുഷ്യർ, അതിനുവേണ്ടി ഒന്നും കരുതി വെക്കാതിരുന്ന മനുഷ്യർ, അതിൻ്റെ വഴിയിൽ തന്നെ ഇങ്ങനെ പൊലിഞ്ഞുപോയ മനുഷ്യർ. അത്തരം ഓർമ്മകളിൽ നിശ്ചയമായിട്ടും ഈ ഒരു ദൊരയുണ്ടാകും. ഒരു വെള്ളക്കാരൻ, അദ്ദേഹം വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു കാലത്തിൻ്റെയൊക്കെ ഒരു ജീവിത വീക്ഷണവും നമ്മുടെ ഒരു വസിക്കുന്ന ദേശത്തിൻ്റെയും ഒക്കെ വിഭാഗിതകളുമൊക്കെ പ്രത്യേകമായിട്ട് നമ്മളിങ്ങനെ എണ്ണി പറയേണ്ട ബാധ്യതയില്ല. ഓർമ്മിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആചാരം തുടങ്ങിയിട്ട് പോലും, അല്ലെങ്കിൽ ഒരു സാധ്യത പോലും ഉണ്ടായിട്ട് 100 വർഷങ്ങളേ ആവുന്നുള്ളൂ. ഈ ഒരു വർഷം ഇങ്ങനെ മിശ്രഭോജനത്തിൻ്റെ, മനുഷ്യർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ 100ാം വാർഷികമാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ കാലത്തിൻ്റെയും ഈ ദേശത്തിൻ്റെയും ഒക്കെ മാനുഷികമായ പരിഗണനകളും വിചാരങ്ങളുമൊക്കെ. തീരെ പിടുത്തം കിട്ടാത്ത ഒന്നായിട്ട് ഫ്രാൻസിസ് സേവ്യറിന് അനുഭവപ്പെട്ടതായിട്ട് അദ്ദേഹത്തിൻ്റെ കത്തുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യരെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുന്നു. ഓരോ മനുഷ്യർക്കും നടക്കാനായിട്ട് വെവ്വേറെ വഴികൾ. അത്തരം ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് എല്ലാ വഴികളും ഇങ്ങനെ ഒരുമിച്ച് ചേരുമെന്ന് വിചാരിക്കുന്ന മനുഷ്യ അഭിമുഖീകരിക്കണമെന്ന് വിളിച്ചു പറയാനായിട്ട് ഒരു മനുഷ്യൻ തനിക്കാവുന്ന സ്വരത്തിൽ, തനിക്കാവുന്ന ഇടങ്ങളിലൊക്കെ സഞ്ചരിച്ചു. ഒരു താരതമ്യേന ചെറിയ പ്രായത്തിൽ കടന്നു പോവുകയും ചെയ്തു. കഥയൊക്കെ നമുക്കറിയാം. ഒരു കോളേജ് അധ്യാപകന് വേണമെങ്കിൽ കരുതാവുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പട്ടാളക്കാരൻ പ്രവേശിക്കുക. തൻ്റെതായ ചില വാശികളൊക്കെ ഉണ്ട്. കുറച്ചു കാലം ആ പട്ടാളത്തിൽ പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഒരു ഡിസിപ്ലിനും അതിൻ്റേതായിട്ടുള്ള ചില ശാഠ്യങ്ങളുമൊക്കെ വേണമെങ്കിൽ കരുതാവുന്ന ഒരാളാണ്. ഈ ഒരു ചെറുപ്പക്കാരനെ ഒരൊറ്റ ചോദ്യം കൊണ്ടാണ് ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ആ പഴയ പട്ടാളക്കാരൻ നേരിടുന്നത്. ഫ്രാൻസിസെ, ലോകം മുഴുവൻ നേടിയിട്ടും നിൻ്റെ ആത്മാവ് നശിച്ചാൽ നീ എന്ത് ചെയ്യും? ആദ്യമൊക്കെ അതിനെ അവഗണിച്ചു. ഫിലോസഫി പ്രൊഫസറാണ്, അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. പലതിനെക്കുറിച്ചും ഇങ്ങനെ മനനം ചെയ്യേണ്ട ബാധ്യതയുണ്ട്. പിന്നീട് അതിനകത്ത് വല്ലാതെ ഉലഞ്ഞു പോയ ഈ മനുഷ്യൻ നിലനിൽക്കുന്ന ചിലതിന് വേണ്ടി ജീവിതത്തെ നൽകാമെന്ന് തീരുമാനിച്ചു. ഏതൊരു ജീവിതത്തെയും യൂട്ടേൺ എടുപ്പിക്കുന്നൊരു ചോദ്യം ഇത്. ഇങ്ങനെ ലോകം മുഴുവൻ നേടിയാൽ, ലോകം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവർ ലോകം ജീവിച്ചു തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് തങ്ങളിൽ ലോകം ജീവിച്ചു തീർക്കാത്തത്? വലിയ പടയോട്ടങ്ങൾ നടത്തിയവരും ദേശങ്ങൾ കീഴ്പ്പെടുത്തിയവരും മാത്രമാണ് ലോകത്തിന് പിന്നാലെന്ന് വിചാരിക്കേണ്ട. ഓരോരുത്തരും ഒരു കൊച്ചു വീട് പണിയുമ്പോൾ പോലും നിങ്ങളുടെ ലോകം കീഴ്പ്പെടുത്തുക. നിങ്ങളുടെ കുട്ടി പരീക്ഷയ്ക്ക് ജയിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു സങ്കല്പത്തിൽ ലോകം നിങ്ങൾ കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ലോകങ്ങൾ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. അതിനിടയിൽ
നിലനിൽക്കുന്ന അംശം കൈവിട്ടു പോയാൽ എന്നാ ചെയ്യും? നിലനിൽക്കുന്ന അംശം ഈ കൈവിരലുകൾക്കിടയിൽ കൂടി ചോർന്നു പോയാൽ എന്നാ ചെയ്യും? ഇതിങ്ങനെ ഏതൊരു മനുഷ്യായുസ്സിനെയും വല്ലാതെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു അനുഭവം, വല്ലാതെ കൊളുത്തി വലിക്കുന്ന വാക്കാണ്. ഈ ഒരു വാക്കിലായിരുന്നു പിന്നീട് ഫ്രാൻസിസ് സേവ്യർ മുമ്പോട്ട് പോകുന്നത്. ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രഘോഷണങ്ങളുടെ ഒരു അടിസ്ഥാന ദൂതെന്ന് പറയുന്നതായിരുന്നു ഇങ്ങനെ സകലതും നേടിയിട്ടും നിലനിൽക്കുന്ന അംശം കൈവിട്ടു പോയാൽ എന്നാ ചെയ്യും? പഴയ കഥയ്ക്കൊക്കെ കുറേ കൂടി വ്യക്തതയും പൊരുളുമൊക്കെ കിട്ടുന്നത് മധ്യാഹ്നത്തിൻ്റെ അല്ലെങ്കിൽ മധ്യവയസ്സിൻ്റെ ഒക്കെ വീണ്ടും വിചാരങ്ങളിലാണ്. ഇങ്ങനെ അമ്മയും കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മ ഒരു ദിവസം ഒരു വനത്തിലൂടെ പോകുമ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ്, ഈ ഗുഹയ്ക്കകത്ത് നിനക്ക് ആവശ്യമുള്ള മുഴുവൻ സ്വത്തുണ്ടാകും, സമ്പത്തുണ്ടാകും, എടുത്തുകൊള്ളുക. ഒരിക്കൽ മാത്രമേ ഇത് തുറക്കത്തുള്ളൂ, പിന്നെ ഇത് അടഞ്ഞു കഴിഞ്ഞെന്നാൽ പിന്നെ ഇതൊരിക്കലും നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടില്ല. അകത്ത് കയറുന്നു. ആ കണ്ണഞ്ചപ്പിക്കുന്ന വിധത്തിലുള്ള ധനമാണ്. ഓരോന്നും ആ പൊക്കണത്തിനകത്ത് ഇങ്ങനെ കുത്തി നിറക്കുന്നു. ഇങ്ങനെ ഗുഹയടയുന്നതിൻ്റെ അടയാളം മുഴങ്ങുന്നു. അമ്മ പുറത്ത് കടക്കുന്നു. ഗുഹയടയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കുഞ്ഞകത്തായിപ്പോയി. ഇതൊരു പൊട്ടക്കഥയൊക്കെ ആയിട്ട് ചെറിയ പ്രായത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഈ ജീവിതത്തിൻ്റെ കൃത്യമായ ദിശ നിർണ്ണയിക്കുന്ന, സാരം നിർണ്ണയിക്കുന്ന ഒരു കഥ തന്നെ. അവനവനെ ശേഖരിക്കുന്നതിനിടയിൽ, അവനവൻ്റെ ചില കൗതുകങ്ങൾക്കിടയിൽ ആ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ എന്നേക്കുമായിട്ട് കൈമോശം വരുന്നു. അപ്പോൾ അതിനെ തേടിയുള്ള ഒരു യാത്രയിലൊക്കെയാണ് ഇങ്ങനെ ഭാരതത്തിലേക്ക് എത്തുന്നത്. പഴയ കാലമാണ്, യാത്രയ്ക്ക് പോകുന്നവരൊരിക്കലും മടങ്ങി വരാറില്ല എന്ന് തന്നെയാണ് സങ്കല്പം. നമ്മുടെ കാലത്ത് പോലും ഇങ്ങനെ കാശിക്ക് പോകുന്നവർ പറയുന്ന കണക്കാണ്, അങ്ങനെ അല്ലെങ്കിൽ പുണ്യ ഇടങ്ങളിലേക്ക് പോകുന്ന മനുഷ്യർ കരുതുന്ന കണക്കാണ്, ഇങ്ങനെ മടങ്ങി വരണമെന്നില്ല. അങ്ങനെ ചങ്ങാതിമാർക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഒരു വിരുന്ന് കൊടുത്തിട്ട് ഈ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇന്ത്യയിലേക്ക് കപ്പൽ കയറുക. എന്നിട്ട് നമ്മുടെ ഈ നാട്ടുവഴികളിലൂടെ നടന്നിട്ടുണ്ട്, നമ്മുടെ ഈ പൊരുവയിലൂടെ നടന്നിട്ടുണ്ട്, നമ്മുടെ ഈ പൂഴിമണലിലൂടെ നടന്നിട്ടുണ്ട്. എന്തായിരിക്കും ഈ ഒരു മനുഷ്യൻ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഇത് കണക്കുള്ള മനുഷ്യർ ഭൂമിയിലെമ്പാടും തങ്ങൾ വിശ്വസിക്കുന്ന ചില സനാതനമായ മൂല്യങ്ങൾക്ക് വേണ്ടി അലയാൻ നിശ്ചയിച്ച മനുഷ്യർ എന്തായിരിക്കും നമ്മളോട് പറയാൻ ശ്രമിക്കുക? നിശ്ചയമായിട്ട് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ടൊരു വിചാരം, നിൻ്റെ ജീവിതത്തിന് എന്ത് ദൂതുണ്ടെന്നുള്ള. ഈ ജീവിതം കൊണ്ട് നീ എന്താണ് പറയാൻ ആഗ്രഹിച്ചത്? നിർഭാഗ്യവശാൽ ഒരു ദൂതുമില്ലാതെ ജീവിതം കടന്നു പോകുന്നു. എന്തായിരുന്നു നിൻ്റെ ജീവിതത്തിൻ്റെ ദൂതെന്ന് ആരെങ്കിലും സംഗ്രഹിക്കാൻ പറയുകയാണെങ്കിൽ, ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ലജ്ജാഭാരമില്ലാതെ ഇരിക്കാനായിട്ട്, ശിരസ്സ് ഉയർത്തി നിൽക്കാനായിട്ടൊക്കെ എത്ര പേർക്ക് ബലമുണ്ടാകും? ജീവിതം കൊണ്ട് നിങ്ങൾ പറയാൻ ശ്രമിച്ച ദൂതെന്താണ്? നിങ്ങളുടെ കുഞ്ഞുമക്കളും നിങ്ങളുടെ സ്നേഹിതരുമൊക്കെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ഓർമ്മിച്ചെടുക്കുമ്പോൾ അയാൾ ഇന്നതിൻ്റെ പാഠപുസ്തകമായിരുന്നു, അയാൾ ഇന്നതിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു, അയാൾ ഇന്നതിലേക്കുള്ള ജാലകമായിരുന്നു ഒക്കെ പറയാൻ ധൈര്യമുള്ള വിധത്തിൽ എന്ത് മൂല്യമാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞത്? മറ്റൊന്നിങ്ങനെ ഓടി തളരുമ്പോഴും ഒരു കാര്യത്തോട് വിശ്വസ്ത പുലർത്താനാവുക എന്നുള്ള, പലതിനോടും നമുക്ക് തോന്നിയ ആഭിമുഖ്യങ്ങൾ നമ്മളുടെ ഒരു യൗവനത്തിൻ്റെയൊക്കെ അഭിരുചിയുമായി ബന്ധപ്പെട്ട, അതിനോടിങ്ങനെ അവസാനത്തോളം വിശ്വസ്തതയോ അതിനോട് അവസാനത്തോളം ഒരു സ്ഥൈര്യം പുലർത്തണമെന്നുള്ള ബാധ്യത പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറില്ല. അങ്ങനെ അവസാനത്തോളം ചില ദൂതുമായിട്ട് പോവുക എന്നുള്ളതാണ്. യേശുവൊക്കെ 33-ാം വയസ്സിലാണ് കടന്നു പോവുക. 33-ാം വയസ്സിൽ മരിച്ചു പോയ ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എല്ലാം പൂർത്തിയായി. എന്ത് പൂർത്തിയാണെന്നാണ് പറയുന്നത്? ഒന്നും ആരംഭിച്ചിട്ട് പോലുമില്ല. അപ്പോൾ പൂർത്തിയാവുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വേദപുസ്തക പശ്ചാത്തലത്തിലെ അർത്ഥം എന്ന് പറയുന്നത് എന്തിനോട് അവസാനത്തോളം വിശ്വസ്ത ഉണ്ടായിരിക്കുക എന്നുള്ള. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ 100 മീറ്റർ ഓട്ടമൊന്നുമല്ല. നിങ്ങൾ ഓടി എത്തുന്നു, വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുന്നു, കരഘോഷം കേൾക്കുന്നു. ജീവിതം ഇങ്ങനെ അന്ത്യമില്ലാത്ത ഒരു മാരത്താൻ ഓട്ടം. അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. തളർന്നു വീഴുന്നു. അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ആ ഒരു ഓട്ടം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഭംഗി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. വീഴുമ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നൊരു ധർമ്മം. യാത്രയിലാണ് ഈ മനുഷ്യൻ കടന്നു പോവുക. ആ ഒരു യാത്രിക സ്വഭാവം എന്ന് പറയുന്നതിനും ഇങ്ങനെ വല്ലാത്തൊരു അവസാനത്തോളം വിശ്വസ്ത എന്ന് പറയുന്നൊരു കാര്യമൊക്കെ ആയിട്ട് ഭയങ്കരമായ ബന്ധമുണ്ട്. നിങ്ങൾ അവസാനത്തോളം ഒന്നിനകത്തും ഇങ്ങനെ വിജയിയാവാനായിട്ടല്ല, വിശ്വസ്തരാകാനായിട്ടാണ് നമ്മുടെ വിളി എന്നൊക്കെ പറയുന്ന മദർ തെരേസയുടെ ഒക്കെ വാക്കുകളിൽ പോലുള്ള അവസ്ഥയിൽ ഏത് കാര്യത്തിനകത്താണ് വിജയം കണ്ടെത്തുന്നത്? കേരളത്തിൻ്റെയൊക്കെ ഒരു
പരിസ്ഥിതിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു പരിസ്ഥിതി സൗഹൃദ പ്രചാരണങ്ങളോ പ്രക്ഷോഭങ്ങളോ പ്രതിരോധങ്ങളോ കാര്യമായ വിജയം കണ്ടെത്തിയിട്ടില്ല. കൈവിരലെണ്ണാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവാം. അതൊഴിച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സംരംഭങ്ങളും സമരങ്ങളും വലിയ പരാജയത്തിൽ തന്നെ അവസാനിച്ചിട്ടുള്ളൂ. എന്നിട്ടും നാളെ അത്തരമൊരു പ്രതിസന്ധി വരുമ്പോൾ ഇതിൻ്റെ പോർമുഖത്തിലേക്ക് വരുന്നത്, ഇതിൻ്റെ സംരംഭത്തിലേക്ക് വരുന്നത് ഇതേ തോറ്റ മനുഷ്യ, ഇതേ മെല്ലിച്ച മനുഷ്യ, അതേ പഴയ ആശയങ്ങൾ അവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തിനോടും ഒരു അവസാനത്തോളം ഒരു വിശ്വസ്ത ഉണ്ടാകുക എന്നുള്ള പ്രധാനം. പിന്നെ നിശ്ചയമായിട്ടും യേശു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഭൂമിയുടെ അതിരുകളിലേക്ക് പോവുക. വാസ്തവത്തിൽ ആ ഒരു ദൂത് അക്ഷരാർത്ഥത്തിൽ ഫ്രാൻസിസ് സേവ്യറിനെ കണക്കുള്ള 10,000-കണക്കിന് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അക്ഷരാർത്ഥം ലിറ്ററലായിട്ട് തന്നെ ഭൂമിയുടെ അതിരുകളാണ് പ്രധാനം. മനുഷ്യൻ്റെ അതിരുകളിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലം ഇത്. അതിൻ്റെ ഇങ്ങനെ വാവട്ടം, ഈ മരണക്കിണറിൻ്റെ വാവട്ടം കണക്കിങ്ങനെ വ്യാസം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിനകത്ത് കുറേ കൂടി വിശാലമായൊരു സാമൂഹ്യ ബോധം, വിശാലമായൊരു മാനവികതയെക്കുറിച്ചുള്ള സങ്കല്പം കൂടിയത്. പാലസ്തീനയിലെ ഒരു കടലോര ഗ്രാമത്തിലിരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നത് യൂദയ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചല്ല, ഒരു തനിക്ക് പരിചയമുള്ള മേഖലകളെക്കുറിച്ചോ ദേശങ്ങളെക്കുറിച്ചല്ല, അപരിചിതമായ മേഖലകളിലേക്ക്, അപരിചിതമായ ദേശങ്ങളിലേക്ക് പോകാനായിട്ടാണ് പറയുക. ഇങ്ങനെ ഭൂമിയുടെ അതിരുകൾ. ബ്രഹ്മം എന്ന് പറയുന്ന വാക്കാണ് ഈശ്വരന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രഹ്മം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ബൃഹത്താവുന്നതാണ്, ഇങ്ങനെ വലുതാവുന്നതാണ് ബ്രഹ്മം. ഏതെങ്കിലും തരത്തിൽ ഈശ്വരനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മനുഷ്യരുടെ ഒരു മനോഭാവത്തിൻ്റെ കൂടി ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ അതിരുകളില്ലാത്ത ഇടങ്ങളിലേക്ക് പോവുക, അതിരുകളിൽ സൃഷ്ടിക്കാത്ത മനുഷ്യർ. ഫ്രാൻസിസ് സേവ്യറിനെ ഈ ദേശത്ത് വന്നപ്പോൾ വിഷമിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ആ ചെറിയ ചെറിയ അതിരുകളാണ്. യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അത്രയും അതിരുകൾ അവിടെ ഇല്ല. നമുക്കാവട്ടെ സങ്കല്പിക്കാവുന്നതിനേക്കാൾ കൂടുതൽ അതിരുകളുണ്ട്. മിശ്രഭോജനത്തിൻ്റെ 100ാമത്തെ വാർഷികമാണ് നമ്മൾ ഈ വർഷം കൊണ്ടാടുന്നത്. അതിൻ്റെ അർത്ഥം ഒരുമിച്ച് മനുഷ്യർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത അന്വേഷിച്ച് തുടങ്ങിയിട്ട് കഷ്ടിച്ച് 100 വർഷങ്ങളെ ആവുന്നുള്ളൂ. അത്രയും മനുഷ്യർ ഇങ്ങനെ വിഘടിച്ച് നിന്നിരുന്ന, മനുഷ്യർ ഓരോരോ ചെറിയ ചെറിയ സംഘങ്ങളായിട്ടോ ക്ലസ്റ്ററുകളൊക്കെ ആയിട്ട് ചുരുങ്ങിയിരുന്ന ഒരു ദേശത്ത് ഇങ്ങനെ വലിയ സ്നേഹത്തിൻ്റെ ഒരു ദൂതിനെക്കുറിച്ച് പറയാൻ വന്ന ഒരാളെന്ന നിലയിൽ ഫ്രാൻസിസ് സേവ്യറിനെ മനസ്സിലാക്കിയാൽ ഭൂമിയുടെ അതിരുകളിലേക്ക് പോയി ഇങ്ങനെ ജ്ഞാനസ്ഥാനപ്പെടുത്തുക എന്നൊരു വാക്ക് യേശു ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അതൊരു അനുഷ്ഠാനബുദ്ധിയായ ഒരു കാര്യമായിട്ടാണ് ഗണിക്കുക. ഒരു അറിവിൻ്റെ പ്രശ്നമാണ് ഇത് വസ്തുതയിൽ. എന്താ അറിവെന്ന് പറയുന്നത്? ഇങ്ങനെ വലിയൊരു സ്നേഹം നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളൊരു അറിവാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു വളരെ ലളിതമായിട്ടാണ്. പിതാവെന്ന് പറയുന്നത് നമ്മുടെ ശിരസ്സിന് മീതെ നമ്മൾ വിചാരിക്കുന്ന ഒരു ദൈവസങ്കല്പം. പുത്രനെന്ന് പറയുന്നത് നമ്മളോടൊപ്പമുള്ള ഒരു ദൈവ വിചാരം. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പൊടിക്കുന്ന, ഉള്ളിൽ നിന്ന് ആളിക്കത്തുന്ന ഒന്ന്. അപ്പോൾ ഗോഡ് എബവ്, ഗോഡ് വിത്ത്, ഗോഡ് വിതിൻ. അപ്പോൾ ഇതൊരു എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന, എൻ്റെ മീതെയും എന്നോടൊപ്പവും എൻ്റെ ഉള്ളിലുമൊക്കെ ഉള്ളൊരു സ്നേഹത്തിൻ്റെ നാളത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മം. സ്വാഭാവികമായിട്ട് അതിന് ഉതകുന്ന ഒരു ദേശം തന്നെ ഇത്. ഈ ദേശത്തിൻ്റെ ആ വിചാരങ്ങളിലൊക്കെ ഇത് വളരെ ശക്തമായിട്ടും ആഴത്തിലൊക്കെ ഉണ്ട്. തനിക്കറിയാവുന്ന ഒരു രീതിയിൽ ഇതിനെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നൊരു ധർമ്മത്തിലായിരുന്നു ഫ്രാൻസിസ് സേവ്യർ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അതിങ്ങനെ ചില വേദപുസ്തകത്തിലൊക്കെ പറയുന്ന കണക്ക് ഒരുതരം പെന്തക്കോസ്ത അനുഭവത്തിലേക്കൊക്കെ ഇത് പോയിട്ടുണ്ടാകും. കാരണം ഓരോ ദേശങ്ങളിലെ ഭാഷകൾ എളുപ്പമല്ല അത് പഠിച്ചു എടുക്കുക എന്നുള്ളത്. വിശേഷം ഫ്രാൻസിസ് സഞ്ചരിച്ച ദേശങ്ങളിലെ ഭാഷകളെന്നൊക്കെ പറയുന്നത് മലയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എളുപ്പമല്ല പഠിച്ചെടുക്കുക എന്നുള്ളത്. അത്തരം ദേശങ്ങളിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ സംവേദിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു ഈ മനുഷ്യൻ അവരുടെ ഭാഷ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഇയാൾ പറയാൻ ശ്രമിച്ച ഭാഷ അവർക്ക് പിടുത്തം കിട്ടിയെന്നുള്ളതൊക്കെ വലിയൊരു വിസ്മയമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ലോകത്തെല്ലാവർക്കും പിടുത്തം കിട്ടുന്നൊരു ഭാഷയുണ്ട്, അത് സ്നേഹത്തിൻ്റെ ഭാഷ. ഇതാണ് ശരിയായ ജ്ഞാനത്തിലേക്കുള്ള വഴി. ജ്ഞാനമെന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിൻ്റെ പര്യായമായിട്ടോ ഒക്കെ തിരിച്ചറിയുന്ന ഒരു കാലം വരാനിരിക്കുന്നു. കൊച്ചുറസ്യയൊക്കെ ഡോക്ടർ ഓഫ് ദ ചർച്ചായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ പിടുത്തം കിട്ടിയൊരു കാര്യം അതാണ്. കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല, കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല.
ആകപ്പാടെ ചെയ്തത് അവൾ തന്നെ അവകാശപ്പെടുന്ന കണക്ക് ഇങ്ങനെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ സംഭവിക്കുന്ന പുതിയൊരു അറിവിൻ്റെ കൂളിയുണ്ട്, ജ്ഞാനസ്നാനം. എനിക്ക് തോന്നുന്നു വേറെ ഒരിടത്തും ബാപ്റ്റിസത്തിന് ഇത്രയും മനോഹരം, മാമോദിസയ്ക്ക് ഇത്രയും നല്ലൊരു വാക്കുണ്ടാവത്തില്ല നമ്മുടെ ദേശത്ത് ലഭിക്കുന്ന കണക്ക് ജ്ഞാനസ്നാനം. ഇതൊക്കെ ആയിരിക്കണം ഈ മനുഷ്യൻ്റെ ജീവിതത്തെ വീണ്ടും ഓർമ്മിക്കാനും നമസ്കരിക്കാനുമൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ട വിചാരങ്ങളൊന്ന് വേഗത്തിൽ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ ജീവനുള്ള ഉപമകളായിട്ട് വിശുദ്ധന്മാരെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ദൈവത്തിൻ്റെ ബിലവഡ് പാരബിൾസ്, ഓരോ ഉപമയും പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇങ്ങനെ ദൈവികമായൊരു പ്രചോദനത്തെക്കുറിച്ചാണ്. ഉപമയെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. എ സ്റ്റോറി വിത്ത് ഡിവൈൻ എഡ്ജ്. ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന ഒരു ജീവിതകഥയുടെ ആ ഡിവൈൻ എഡ്ജ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഒരു 4 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒന്ന്, ജീവിതം കൊണ്ട് നീ പറയാനായിട്ട് ആഗ്രഹിച്ച ദൂതെന്താ. 2, ഇങ്ങനെ തളർന്നു വീഴുമ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അതിൽ തന്നെ ഒരു വിജയമോ പരാജയമായിട്ട് എണ്ണേണ്ട ബാധ്യതയില്ല. എല്ലാത്തിനോടും വിശ്വസ്ത പുലർത്തിയാന്നുള്ള അന്വേഷണമാണ്. 3, ഇങ്ങനെ വിശാലമായ ചില അതിരുകളെക്കുറിച്ച് ചിന്തിക്കുക. ഓരോരുത്തരും അവരവരുടെ ചെറിയ കളങ്ങളിൽ ഇങ്ങനെ കുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ അതിരുകൾ, ഭാവനയിലെങ്കിലും ലോകത്തിൻ്റെ അതിരുകളെ സ്വപ്നം കാണാത്തൊരു മനുഷ്യൻ ഒരു കുറിയ മനുഷ്യനാണ്. 4, എന്നാലാവുന്ന വിധത്തിൽ ഭൂമിയോട് ഈ സ്നേഹത്തിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുക. സ്നേഹം കൊണ്ട് സംഭവിക്കുന്ന ആ വലിയ അറിവിലേക്കുള്ള ക്ഷണം. ഒരു തരത്തിലും ഇതൊരു മതവിചാരത്തിൻ്റെയോ മതപ്രബോധനത്തിൻ്റെയോ ഒക്കെയോ ശാഠ്യമായിട്ട് കരുതരുത്. എല്ലാ ആചാര്യന്മാരും ഇങ്ങനെ ഭൂമിക്ക് അവകാശപ്പെട്ടതാണെന്നും ഭൂമിയുടെ ഓഹരിയാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം എല്ലാ സഞ്ചാരങ്ങളും ആരംഭിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരു മനുഷ്യനെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ കുറേ കൂടി ദരിദ്രരായിട്ട് നിങ്ങൾ കടന്നു പോകും. അത്രയേ ഉള്ളൂ. ഇത്തരം സുവിശേഷ വിചാരങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട ആ ഒരു പഴയ ഒരു നിയമമുണ്ട്. അതിങ്ങനെയാണ്, എങ്ങനെയാണ് നീ സുവിശേഷം പറയേണ്ടത്. ഒരു യാചകൻ കൂട്ടിയാചകരോട് തനിക്ക് ഭക്ഷണം കിട്ടിയ ഇടത്തെക്കുറിച്ച് പറയുന്നത് പോലെ എല്ലാവരും യാചകർ തന്നെ. ഒന്നിനും മീതെയായിട്ടോ ആരും ആർക്കെങ്കിലും മീതെയായിട്ടൊന്നും എണ്ണാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ട് ചില വിചാരങ്ങളിലും ചില സംഭാഷണങ്ങളിലും ചില മനുഷ്യർ ഏർപ്പെടുന്നു? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഇന്നലെ ഞാൻ അലഞ്ഞു നടക്കുമ്പോൾ എനിക്കൊരിടത്ത് നിന്ന് ഇത്തിരി ഭക്ഷണം കിട്ടി. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് പറയുന്ന ആ ലളിതമായൊരു രീതിയുടെ ലളിതമായൊരു മനോഭാവത്തിൻ്റെ രീതിയായിട്ട് സുവിശേഷ പ്രഘോഷണത്തെ കണ്ടെത്തിയില്ലെങ്കിൽ അത് വലിയ ധാർഷ്ട്യത്തിൻ്റെയും ശാഠ്യത്തിൻ്റെയും ഒക്കെ വർത്തമാനമായ രൂപമായിട്ട് ഒരു പക്ഷേ മാറിയെന്നിരിക്കും. എന്നൊരു ഭയം കൂടിയുണ്ട്. ജീവിതം പ്രഭാമയം സന്നിധാനം.